1905 വാരാണസി കോൺഗ്രസിൽ വെച്ചാണ് ദേശീയ ഗീതമായി വന്ദേ മാതരത്തെ ആദ്യമായി അവർ ഉൾക്കൊള്ളിക്കുന്നതും അത് പാടി തുടങ്ങുന്നതും. 937 ഇവിടെ അജിംസ് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വിവിധ മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂട്ടമായി കോൺഗ്രസിൻ്റെ ബാനറിന് കീഴിൽ തന്നെ പങ്കെടുക്കുന്നത് കൊണ്ട് ഒരിക്കലും ആദ്യത്തെ 2 ചരണം ഒഴികെ മറ്റൊക്കെ ഹിന്ദു ദൈവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കവിതാ ശകലങ്ങളായതുകൊണ്ട് അതിനെ ഒഴിവാക്കി ഒരു മതനിരപേക്ഷ മൂഡിൽ ഇത് പാടണം എന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു. എത്തിച്ചേരുന്നതിന് പിന്നിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് എടുത്ത ഏകപക്ഷീയമായ തീരുമാനമല്ല. ഗാന്ധിജി, അതുപോലെ തന്നെ ടാഗോർ, അതുപോലെ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ള നിരവധിയായിട്ടുള്ള നേതാക്കന്മാരുടെ താല്പര്യാനുസരണം അവർ യോഗം ചേർന്നെടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം പിന്നീട് പല ഘട്ടങ്ങളിലും ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് എങ്കിലും ഇതിൽ നിന്നും 2 സ്റ്റാൻസ ഒഴികെ മറ്റ് സ്റ്റാൻസകൾ പൊതുവേദികളിൽ കോൺഗ്രസ് പാടേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളം ചേർത്തത് ആരാ? അരുൺ ബോസിന് ഒന്നുകിൽ അറിഞ്ഞുകൂടാ എന്ന് തുറന്ന് ഈ ചർച്ചയിൽ സമ്മതിക്കണം. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ ഇന്നലെ സംഭവിച്ചു പോയ മണ്ടത്തരത്തിന് വിധേയമായി, ആ താല്പര്യത്തിന് വിധേയമായി ഞാനിതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചു എന്ന തുറന്ന കുറ്റസമ്മതം ഈ ചർച്ചയിൽ നടത്താൻ തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം എനിക്ക് അജിംസിനോടാണ് പറയാനുള്ളത്. നോക്കൂ അജിംസ്, ഇത്തരത്തിലൊരു വീഴ്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ ഞങ്ങളെ ദയാവധത്തിന് വിധേയമാക്കി കഴിഞ്ഞേനെ. ഞങ്ങൾക്കതിൽ പരാതിയൊന്നുമില്ല. ഞങ്ങളതിന് കൂടുതൽ വിമർശിക്കപ്പെടാൻ, കൂടുതൽ സ്ക്രീൻ ചെയ്യപ്പെടാൻ, കൂടുതൽ ഞങ്ങൾ ഇതിനകത്ത് ശ്രദ്ധയോടുകൂടി നിൽക്കാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ. ഞങ്ങളിപ്പോൾ എന്തായാലും ഭരണത്തിൽ നിന്ന് മാറി കോൺഗ്രസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കൊടും പാതകം പലർക്കും അതൊരു വലിയ തെറ്റായി തോന്നുന്നില്ല. ഇന്നിവിടെ അജിംസ് ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായത് തന്നെ ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മറ്റൊന്ന്, പിന്നീട് വന്ദേ ഭാരതം ഇന്നലെ മുഹമ്മദ് അലി ആസാദിനെ കുറിച്ച് പ്രതികരിച്ചിരുന്നു. ഞങ്ങളത് ചർച്ച ചെയ്തതിന് ശേഷമാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ കുറിപ്പ് പോലും ഇറങ്ങിയത്. മിനിറ്റുകൾക്കുള്ളിൽ ഇറങ്ങുകയും ചെയ്തു. വൈകിയെന്ന് ഞാൻ പറയുന്നില്ല. അല്ല, തീർച്ചയായും ഞാൻ ഇപ്പോൾ ഞാനിത് കാണുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മുൻ മന്ത്രി, ബേപ്പൂരിൻ്റെ MLA സഖാവ് മുഹമ്മദ് റിയാസിനെ വളരെ നിശിതമായി പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പോലും വലിയ ആക്രമം നവമാധ്യമ രംഗത്ത് റിയാസ് സാഹബ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ കൃത്യമായതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഇതൊരു മതപരമായിട്ടുള്ള വിഷയമല്ല, മറിച്ച് ഇതിന് പിന്നിലൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്, ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കോൺഗ്രസ് അനുവർത്തിച്ചു പോകുന്ന സെക്കുലർ പ്രീവിയസ് ഹിസ്റ്ററി അത് കൃത്യമായിട്ടുണ്ട്. അതിനെ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് അനിൽ ബോസ്. കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ചെയ്തിരിക്കുന്നത് അതിനെ കൃത്യമായി മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വരും കാലത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധികളും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം മറുപടി പറയേണ്ടി വരും. പിന്നെ അദ്ദേഹം പറഞ്ഞത് വേറൊരു പൊള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ, അദ്ദേഹം ഒരു നിഷ്കർഷം മുന്നോട്ട് വെച്ചാൽ അതിനെ ഞങ്ങൾക്ക് എങ്ങനെയാണ് തടയാൻ കഴിയുകയെന്ന്. ഇവിടെ ധീരന്മാരായിട്ടുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിലൊന്ന് സഖാവ് P. പ്രസാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മറ്റൊന്ന് സഖാവ് V. ശിവൻകുട്ടി എന്നാണ് പേര്. ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള തിട്ടൂരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ മണ്ണിൽ നടപ്പിലാകില്ല എന്ന് പറഞ്ഞ പരിപാടി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയ നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ